നമസ്കാരം. മൈക്രോസോഫ്റ്റിന് സുരക്ഷ ഒരുക്കുന്ന ക്രൗഡ് സ്ട്രൈക്ക് സോഫ്റ്റ്വെയറിൻ്റെ തകരാർ മൂലം സംഭവിച്ച പ്രതിസന്ധിക്ക് ഇനിയും അയവ് വന്നിട്ടില്ല എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിസന്ധി ഉടലെടുത്ത് 30 മണിക്കൂർ പിന്നിട്ടിട്ടും പലയിടത്തും പ്രശ്നങ്ങൾ തുടരുകയാണ്. അതേസമയം മൈക്രോസോഫ്റ്റിന് സംഭവിച്ച തകരാർ ലോകത്ത് സംഭവിച്ചതിൽ വച്ച് ഏറ്റവും വലിയ IT സ്തംഭനമാണെന്ന് BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ ആണ് ക്രൗഡ് സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട ഫാൽക്കൺ സെൻസറുകൾ ഉള്ള വിൻഡോസ് കമ്പ്യൂട്ടറുകൾ നിശ്ചലമായത്. ഇതിൽ സംഭവിച്ച പുതിയ അപ്ഡേറ്റ് കാരണമാണ് വിൻഡോസ് പ്രവർത്തനം നിലച്ചത്. ഇതോടെ ലോകവ്യാപകമായി വിമാനത്താവളങ്ങളുടെയും ബാങ്കുകളുടെയും പ്രവർത്തനങ്ങളെ തകരാർ ബാധിക്കുകയായിരുന്നു. ഓഹരി വിപണികൾ, അവശ്യ സേവനങ്ങൾ തുടങ്ങി മൈക്രോസോഫ്റ്റ് പ്രതിസന്ധി ബാധിച്ച മേഖലകൾ നിരവധിയാണ്. ലോകമാകെ ആയിരക്കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടു. അതേസമയം പ്രതിസന്ധി പരിഹരിച്ചു വരികയാണെന്ന് ക്രൗഡ് സ്ട്രൈക്ക് CEO ജോർജ് കൂട്സ് എക്സിലൂടെ അറിയിച്ചു. നേരിട്ട ബുദ്ധിമുട്ടുകൾക്ക് ക്ഷമ ചോദിക്കുന്നതായും ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കുമെന്നുമാണ് ക്രൗഡ് സ്ട്രൈക്ക് കമ്പനി അധികൃതർ പറയുന്നത്. അതിനിടെ മൈക്രോസോഫ്റ്റ് പ്രതിസന്ധിയെ തുടർന്ന് നിരവധി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ പരക്കുന്നത്. മൂന്നാം ലോകയുദ്ധത്തിന് മുന്നോടിയായിട്ടാണ് സൈബർ പ്രതിസന്ധിയെ പലരും വ്യാഖ്യാനിക്കുന്നത്. സംഭവിച്ചത് സൈബർ ആക്രമണമാണ് എന്നുള്ള വിവരങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സൈബർ പോളിഗൺ എന്ന ഹാഷ്ടാഗിലാണ് ഇത്തരം തെറ്റായ വിവരങ്ങളും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമാകുന്നത്. എന്നാൽ ക്രൗഡ് സ്ട്രൈക്ക് കമ്പനി ഇതെല്ലാം നിഷേധിക്കുകയാണ്. ഒരു തരത്തിലുള്ള സൈബർ ആക്രമണവും തങ്ങൾ നേരിട്ടിട്ടില്ല എന്നാണ് കമ്പനിയുടെ വാദം. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആഗോള വ്യാപകമായി സാങ്കേതിക പ്രശ്നമാണ് നേരിടുന്നത്. കമ്പ്യൂട്ടറുകൾ തനിയെ റീസ്റ്റാർട്ട് ചെയ്യുകയും സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് പറയുന്ന ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് കാണിക്കുകയും ചെയ്യുന്നു എന്ന് ലോകവ്യാപകമായി യൂസർമാർ പരാതിപ്പെടുന്നു. ലക്ഷക്കണക്കിന് വിൻഡോസ് യൂസർമാരെ ഈ പ്രശ്നം വലയ്ക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയിലും വിൻഡോസ് ഉപഭോക്താക്കൾ സങ്കീർണമായ പ്രശ്നങ്ങൾ നേരിടുന്നതായി സമൂഹമാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ വെളിവാക്കുന്നു. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സാങ്കേതിക പ്രശ്നം ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങളെയും വ്യോമയാന സർവീസുകളെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ആകാശ എയർ, ഇൻഡിഗോ അടക്കം ഇന്ത്യൻ കമ്പനികളും പ്രതിസന്ധിയിലാണ്. വിമാന കമ്പനികളുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ്, ചെക്ക് ഇൻ, ബോർഡിംഗ് പാസ്, ആക്സസ് ഉൾപ്പെടെയുള്ള സേവനങ്ങളാണ് അവതാളത്തിലായത്. ബ്രിട്ടനിലെ സ്കൈ ന്യൂസ് TV ചാനലിന് ഈ സാങ്കേതിക പ്രശ്നം മൂലം പ്രക്ഷേപണം നിർത്തിവെക്കേണ്ടി വന്നു. വിൻഡോസിന് സുരക്ഷാ സേവനങ്ങൾ നൽകുന്ന സൈബർ സെക്യൂരിറ്റി സ്ഥാപനമായ ക്രൗഡ് സ്ട്രൈക്കിൻ്റെ പ്രശ്നമാണ് വ്യാപക പ്രതിസന്ധിക്ക് കാരണമായത്. ആഗോളമായി ബാധിക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ ശ്രമം തുടരുകയാണെന്ന് ക്രൗഡ് സ്ട്രൈക്ക് വിശദീകരണം നൽകുന്നു. ലോകം മുഴുവൻ വിവിധ മേഖലകളെ ബാധിച്ച മൈക്രോസോഫ്റ്റ് കമ്പ്യൂട്ടർ പ്രശ്നങ്ങൾ എന്നാൽ സംസ്ഥാനത്തെ സർക്കാർ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ല. സ്വതന്ത്ര സോഫ്റ്റ്വെയറായ ഉബുണ്ടു അടിസ്ഥാനമാക്കിയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് കേരള സർക്കാർ ഓഫീസ് ശൃംഖലയിലെ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ക്ലൗഡും ഉപയോഗിക്കുന്ന IT കമ്പനികളുടെ പ്രവർത്തനത്തെ അത് സാരമായി ബാധിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ ഡേറ്റാ സെൻറ്ററും അതിൽ ഉപയോഗിക്കുന്ന സുരക്ഷാ സോഫ്റ്റ്വെയറിനും മൈക്രോസോഫ്റ്റുമായി ബന്ധമില്ലാത്തതിനാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന സർക്കാരിൻ്റെ ക്ലൗഡ് സംവിധാനവും മൈക്രോസോഫ്റ്റിൻ്റേതല്ല. സർക്കാർ ഓഫീസുകളിൽ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നവയാണ്. അതിനാൽ ഈ ഓഫീസ് സംവിധാനങ്ങൾക്കും ഈ ട്രഷറിക്കുമൊന്നും ഒരു തടസ്സവും ഉണ്ടായില്ല. നാമമാത്രമായി ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റ് കമ്പ്യൂട്ടറുകളിൽ ഭൂരിഭാഗത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ പല സ്ഥാപനങ്ങളിലും വ്യാഴാഴ്ച രാത്രി മുതൽ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിച്ചില്ല. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പ്രവർത്തനം നേരെയാക്കിയത്. പ്രധാന ബാങ്കുകളുടെയും ATM ശൃംഖലകളുടെയും പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിട്ടില്ല. ചില ആശുപത്രികളിൽ കമ്പ്യൂട്ടർ പ്രവർത്തനം തടസ്സമായത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി.